ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡൂട്ട്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. മൈൻക്രാഫ്റ്റിൽ ഒരു വൺ ബ്ലോക്ക് സീരീസ് ആണ് ഗൈസ്. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ടുണ്ട് മോഡേൺ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. അപ്പം മോഡേൺ അല്ല, ഡേറ്റ പാക്ക് മോഡ് എന്നൊക്കെ പറയാം, അങ്ങനെയാന്ന് തോന്നുന്നു പറയാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ വൺ ബ്ലോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇൻട്രോ എടുത്തത് ഒരിക്കലും സമയം കളയാറില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ ഇതുവരെ മുന്നേ ഉള്ള വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം. ഇൻട്രോ എടുത്തതിന് സമയം കളയുന്നില്ല. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക ഗൈസ്. നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മൾ റോട്ട് 100 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. നമുക്ക് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കുറേ വീഡിയോയിൽ ഞാൻ പറയണ ഗൈസ്, നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ഉള്ളൂ ഒക്കെ ഇനി ഗെയിമിലോട്ട് കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മുടെ സ്കിൻ ഇതാണ്. നൈസല്ലേ ഗൈസ്? റെഡ് ആംബ്ലക്റ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ സ്കിൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ബാക്ക്, ഇത് ഫ്രണ്ട്. സെറ്റ് ഗൈസ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അധികം താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ബ്രേക്ക് ചെയ്തു. ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ്. ഇതൊക്കെ എനിക്കറിയടാ. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ബ്ലോക്കിൽ ഗൈസ് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കാരണം അവർ നോക്കുമ്പോൾ നമ്മളൊരു പുതിയ പ്ലെയർ ആണല്ലോ. സീനയ്ക്ക് ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ നമുക്കത് കളയാതെ ഇനിയുള്ള ബ്ലോക്കുകളിൽ വെച്ച് ഇവിടെ ഒരെണ്ണം വെക്കണം, ഇവിടെ ഒരെണ്ണം വെക്കണം ഗൈസ്. പക്ഷെ നമുക്കിനി ആ സൈഡിലോട്ട് വേറെ വരാതെ നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം വെക്കാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് ചെസ്റ്റ് കിട്ടി. ചെസ്റ്റിൽ എന്തൊക്കെ എല്ലാം പൊട്ട സാധനങ്ങളാണ് ഗൈസ്ക്കുള്ളേ. കുഴപ്പമൊന്നുമില്ല. നല്ല ബോറിംഗ് ആയിരിക്കും ഗൈസ്. ചിലപ്പോൾ ഇത് തുടക്കത്തിൽ രസമായിരിക്കും, പിന്നെ ആകുമ്പോഴത്തേക്ക് മൈനിങ് നല്ല ബോറിംഗ് ആവും. ഞാനത് മൊത്തം ബ്ലാങ്ക് ആക്കി ഗൈസ്, ഒരു മട്ടത്തിനും പറ്റി. കുഴപ്പമില്ല, നമുക്ക് അവിടെ ഒരു ചെസ്റ്റ് വെക്കാം. പക്ഷേ ഗൈസ് ഇനി ഫസ്റ്റ് പൊട്ടിച്ച ബ്ലോക്ക് ഗൈസ് ഡെഡായി. അയ്യോ എടാ, ഇതുപോലൊരു പൊട്ടൻ വേറെ എവിടെ ഉണ്ടാ? സോറി, യു ഡൈറ്റ്. റിക്കവറി കിറ്റ്. ഗൈസ് ആദ്യത്തെ 3 വട്ടം ചാവുമ്പോൾ റിക്കവറി കിറ്റ് ഉണ്ടെന്ന്. അത് ആക്ച്വലി അത്ര നല്ലൊരു കാര്യമില്ല, ചെറിയ ചീറ്റിംഗ് പോലെ വരുന്നു ഗൈസ്. പക്ഷെ അത് മോഡിൻ്റെ ആണ് ഗൈസ്, ഞാനൊന്നും ആഡ് ചെയ്തതല്ല. ഇത് മോഡ് എടുത്തപ്പോൾ തന്നെ അങ്ങനെയാണ്. നമ്മുടെ ഫസ്റ്റ് വിൻ ചെയ്ത ബ്ലോക്ക് പോയി. ഇനിയിപ്പോൾ നോക്കണ്ട. there are 10 faces ഗൈസ്. 10 ഫേസസ് ഉണ്ട്. ഈച്ച് ഫേസ് ഹാസ് എ തീം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഓവർ വേൾഡിൻ്റെ ഫേസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഉണ്ടായിരിക്കണം മരവും ഇതൊക്കെ പറഞ്ഞേ. കിട്ടുന്നതല്ല അപ്പം നോക്കെടുത്ത് ചെസ്റ്റിലോട്ട് വെക്കാം ഗൈസ്. ഒരു പന്നി വന്നു ഗൈസ്. നമുക്ക് ഇനി കുറച്ച് സ്ഥലം വേണം. ഇവിടെ ഇങ്ങനെ വെക്കാം ഗൈസ്. ഇതുപോലെ ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകണം ഗൈസ്. കുറച്ചും കൂടി പ്ലാങ്ക് ഉണ്ടാക്കാം. പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് ഗൈസ് നമുക്ക് അതെല്ലാം സ്ലാബ് ആക്കാം ഗൈസ്. സ്ലാബ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കൂടുതൽ കിട്ടും. ഇത് നമുക്ക് എവിടെ വെക്കണം? ഇവിടെ വെക്കാം ഗൈസ്. അടിയിൽ ബ്ലോക്കില്ല, ചില പിന്നെ അതങ്ങ് പൊട്ടിച്ചാൽ പോവും. പക്ഷെ കുഴപ്പമില്ല, നോ ഇഷ്യൂ. ഫ്രീ ആയിട്ട് ഷവലൊക്കെ കിട്ടി ഗൈസ്. റിക്കവറി കിറ്റിൻ്റെ ആണ്. അത് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ബാക്കിയെല്ലാം ഓക്കെ. ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഇതാവല്ലേ ഗൈസ്, ചീറ്റിംഗ് പോലെ തോന്നുന്നു. കളിക്കാൻ തോന്നത്തില്ല. കുഴപ്പമില്ല ഗൈസ്, അല്ല ഗൈസ് അതറിയാം, തെറ്റിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഓറിയൻറ്റേഷൻ മാറ്റാൻ നിൽക്കുന്നില്ല. മാറുമ്പോൾ നിൽക്കട്ടാ. എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഗൈസ്. ഒന്ന് നോക്കുമ്പോൾ ഇവൻ ഇവിടെ എന്തുവാ ചെയ്യുന്നേ? മുട്ടയുണ്ട് ഗൈസ്. ചെസ്റ്റ് പൊട്ടിക്കാൻ എന്തൊരു പാടാ. നമുക്കറിയാം, നമുക്ക് ഷവലെടുത്ത് കയ്യിലോട്ട് വെക്കാം ഗൈസ്. വുഡനാണ്, കുഴപ്പമില്ല. നമുക്ക് എന്നാലും വേഗം പൊട്ടിക്കാം. ഇവിടെ എത്ര ബ്ലോക്ക് പൊട്ടിച്ചെന്ന്? 27 ബ്ലോക്ക്. 27 ബ്ലോക്ക് പൊട്ടിച്ചു ഗൈസ് നമ്മൾ. ബ്ലോക്സ് ലൈക്ക് ഗ്രാവൽ ഫാൾ ഡൗൺ. ഓക്കെ,
ഗൈസ് അതുപോലെ നിങ്ങൾ മണ്ടയിൽ ഇത് ഗെയിമിംഗ് ഡോർ എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പിക്ചർ ഉണ്ടല്ലേ പ്രൊഫൈൽ, അതെങ്ങനെയാണ് മാറ്റുന്നത് നിങ്ങൾക്ക് അറിയുമെന്നൊന്ന് നോക്ക് ഗൈസ്. ഒന്ന് പറയണേ, എനിക്കത് എങ്ങനെ മാറ്റുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ വാട്ടർ ബക്കറ്റ് കയ്യോടെ എടുത്ത് പുറത്തോട്ട് വെക്കാം ഗൈസ്, ചെസ്റ്റിലോട്ട്. ഇതിൻ്റെ അകത്തുള്ളതെല്ലാം ഏറ്റവും പ്രഷ്യസ് സാധനങ്ങളാണ് ഗൈസ്. ഇത് വേണ്ട, അല്ല ഇതൊക്കെ വേണം. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും വളരെ പ്രഷ്യസ് ആണ്. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് പോയതാണെങ്കിൽ, അല്ല പോയി കഴിഞ്ഞാൽ പോയതാണ്. ഈ സ്കൈ ബ്ലോക്ക് പോലെ തന്നെയാണ്. അടുത്ത ചെസ്റ്റ് ഇതോടെ ചെസ്റ്റ് പ്ലേസ് ചെയ്തു. അടാ ഗ്രാവല് മൊത്തം പോയടാ ഗൈസ്. അതിന് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഗൈസ് നമുക്കൊരു പരിപാടി ഉണ്ട്, ഒന്ന് ചെയ്തു നോക്കാം. ഇതിങ്ങനെ എടുക്കണം ഗൈസ്. എന്നിട്ട് ഇവിടെ ആയിട്ടൊരു കുഴി നമുക്ക് കുഴിക്കാം. എന്നിട്ട് വാട്ടർ ബക്കറ്റ് അവിടെ ഇതുപോലെ ഒഴിക്കണം ഗൈസ്. വെള്ളം പോയതാണ് ഗൈസ്, പിന്നെ പെട്ടു ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഞാൻ എന്തിനാണ് ബ്ലോക്ക് എടുത്ത് വെച്ചത്? ഇത് 2 നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ താഴത്തോട്ട് പ്ലേസ് ചെയ്താൽ ഇനി പേടിക്കണ്ട ഗൈസ്. അറിയാണ്ട് പോലും വെള്ളം അടയ്ക്കാതിരിക്കാൻ ബക്കറ്റ് വെച്ച് ക്ലിക്ക് ഗൈസ്. വളരെ സൂക്ഷിച്ച് ചെയ്യണം ഗൈസ്, ഇല്ലെങ്കിൽ മൊത്തം പണി കിട്ടും. വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടത്തില്ല ഗൈസ്, തീർന്നു, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി പോകുന്നൊന്നും പോകത്തില്ല. റെഡി ഫോർ അഡ്വെഞ്ചർ ഗൈസ്. ആ ചോദ്യം അത്ര രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു അഡ്വെഞ്ചറിന് വേണ്ടി റെഡി ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെന്ന് പറയാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ആക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുവാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിന്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇതെല്ലാം ഇവിടെ ചെസ്സിലോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ ചെസ്സിലോട്ട് എടുത്ത് വെച്ചു. ഇവിടെ അതിനാണ് ഗൈസ് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതെന്നാ അപ്ഗ്രേഡിങ്? ഗൈസ് അടുത്ത ഫേസിലോട്ട് മാറുന്നതിനായിരിക്കും ഗൈസ് ഈ അപ്ഗ്രേഡ് എന്ന് പറയണേ. ഇതെന്നതാ? ദി പ്ലേസ് ഇൻ ഫ്ലവേഴ്സ് ആൻഡ് ട്രീ ഗോ ടു ലാസ്റ്റ് ലൈഫ് ടൈം. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു മെസ്സേജ് ഒക്കെ എഴുതി കാണിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പം ഇതെന്നാ ഫേസ് അടുത്ത് ഇത്. ഇപ്പൊ കുറെ ഡേർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് എന്നതാ സ്റ്റോൺ കിട്ടിയിരുന്നെങ്കിൽ ഗൈസ്. ഇനി എന്താ ഗ്രാവിറ്റി ബ്ലോക്ക് ഒന്നും പോകത്തില്ല ഗൈസ്, നമുക്കെല്ലാം കിട്ടും. മരമൊക്കെ വരുമ്പോൾ നല്ല പണിയാണ് ഗൈസ് ഇതുപോലെ ചെയ്യാൻ. പന്നി കുഞ്ഞായിരുന്നു. ഞാൻ എന്തൊരു മോബ് വന്ന പോലെയാണ് ഗൈസ്. കുറച്ചും കൂടി സ്ഥലം വലുതാക്കാം ഗൈസ്, എന്നിട്ട് ബാക്കി ഗ്രൈൻഡ് ചെയ്യാം. ഞാൻ ഡേർട്ട് എടുത്ത് വെച്ചു. ഡേർട്ടായിരുന്നല്ലോ വേണ്ടേ. ഓക്കെ, നമുക്ക് എൻ്റെ ചെറിയ ഫാമിംഗ് ഒക്കെ ചെയ്യാം. പക്ഷെ അതിന് വെള്ളം വേണം ഗൈസ്. ഞാൻ എന്താണേലും ഒരു ബക്കറ്റും കൂടി കിട്ടാതെ ഞാൻ ഇതെടുക്കത്തില്ല ഗൈസ്. പണ്ട് ഞാൻ ഒരു കളിക്കുമായിരുന്നു ഗൈസ്, ബെഡ് ജാവയിലൊക്കെ. ഇത് ഫസ്റ്റ് ടൈമാ. അതുകൊണ്ട് തന്നെ ജാവയിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളു. ഫാമുകൾക്കൊക്കെ ഡിഫറൻസേ ഉള്ളെന്ന് തോന്നുന്നു. ജാവയിലെ ഫാംസ് ഒന്നും ബെഡ് വർക്കാവത്തില്ലെന്ന് തോന്നുന്നു. ബെഡ് ജാവയിലും അങ്ങനെയാന്ന് തോന്നുന്നു, അത്ര ഉള്ളെന്ന് തോന്നുന്നു. ഇപ്പം അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. ഇനി പന്നി കുഞ്ഞുങ്ങൾക്കൊക്കെ ഓടിക്കളിക്കാം. നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്, അപ്പോൾ ഒത്തിരി വലുതാക്കണ്ടേ. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സോംബീസ് ഒക്കെ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു ടോർച്ച് കിട്ടിയായിരുന്നു, അതെടുത്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. എവിടെയായിട്ട് പ്ലേസ് ചെയ്യണം?
ഗൈസ് ഇവിടെ ആയിട്ടങ്ങ് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പ്ലേസ് ചെയ്യും അല്ലേ? വേണ്ട ഗൈസ്, ഇവിടെ 1 ബ്ലോക്ക് ചെയ്തോ, ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം ഗൈസ്. കാരണം ഈ ബ്ലോക്കിലിട്ട് കംപ്ലീറ്റ് ഒരു വട്ടം കെട്ടിക്കോളാം. ഇവിടെ വല്ലോ ഗൈസ് അവന്മാര് താഴെ പോകാനുള്ള പണിയാണ്. കുഴപ്പമില്ല, നമുക്ക് ഇനി സ്പോൺ ആവുമായിരിക്കും. കുറച്ച് ഒച്ച വെക്കട്ടെ, ഇതിനൊട്ടും ഒച്ചയില്ല. ഞാൻ ഒച്ച എല്ലാം കുറച്ച് വെച്ചിരിക്കുക. ഒരു 30 അല്ലാണ്ട് ഒരു 40 ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് കുറച്ച് ഒച്ചയൊക്കെ കേട്ട് തുടങ്ങിയത്. എന്നാലും കേൾക്കത്തില്ല ഗൈസ്, കുറച്ചും കൂടി ഇടാം. കുറച്ച് ഒച്ച വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, വല്ല മോബ്സ് ഒക്കെ സ്പോണൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചു ഗൈസ്. എൻ്റെ ഓമോ, അതൊരു പുതിയ മോബായോണ്ടേ. നിങ്ങളൊക്കെ താഴെ പോകാൻ ഗൈസ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വലിയ കാര്യത്തില് കാര്യമില്ല. അടുത്ത ഇതുണ്ടാക്കണം ഗൈസ്. മൊത്തം അതിൻ്റെ അകത്തോട്ട് കയറിക്കോട്ടെ. ഒന്നുകൂടെ ചത്ത റിക്കവറി കിറ്റ് കിട്ടും ഗൈസ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഗൈസ്, എനിക്ക് ചീറ്റ് തള്ളി താഴെ നടക്കുന്നതാണ് ഇപ്പൊ അന്നേ. ഓക്കെ ഗൈസ്, എന്നെ ചീറ്റ് ചെയ്യാതെ കളിക്കുന്നതാണ് ഗൈസ് എൻ്റെ രസം. അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കും. നമുക്കാണെങ്കിൽ ഇനി കിട്ടുന്ന റിക്കവറി കിറ്റ് എല്ലാം കൊണ്ട് കളയാം ഗൈസ്. ചുമ്മാ ഇതിൻ്റെ അകത്തോട്ടിടാം. പക്ഷെ അത് 3 തൊട്ടേ ഉള്ളു ഗൈസ്, അപ്പോൾ കുഴപ്പമില്ല. എടാ ഇവന്മാരെ കൊണ്ട് ഓക്കെ, നമുക്ക് ഈ ഷീപ്പിനെ കൊല്ലണ്ട. നമുക്ക് അയൺ കിട്ടുന്നിടം വരെ ഇതിനെയൊക്കെ ഇവിടെ വളർത്താം ഗൈസ്. നമുക്ക് വീറ്റ് ഒന്നെങ്കിൽ ഇതുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതുണ്ടോ? ഒന്നുമില്ല ഗൈസ്, ഒന്നെങ്കിലും നടക്കട്ടെ ഗൈസ്. നമുക്കിനി ഇവിടെ ഒരു ഫെൻസ് പോലെ കെട്ടി ഉണ്ടാക്കണം ഗൈസ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെറ്റാക്കണം. ഇതൊരു AFK പരിപാടി ഉണ്ടായിരുന്നു ഇതുപോലെ മൈൻ ചെയ്യാൻ, പക്ഷെ അതെനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണോന്ന് ഉള്ള കാര്യം ഒന്ന് പറ ഗൈസ്. 2 ആട്ടിൻകുട്ടികളായിട്ടുണ്ട്. ഇപ്പൊ 2 പന്നി, 2 ആട്, 1 കോഴി ഗൈസ്. തണ്ണിമത്തനൊക്കെ കുറെ കിട്ടുന്നുണ്ട് ഗൈസ്. തള്ളല്ലേടാ. ഓക്കെ, ചുമ്മാരും ഒക്കെ നമ്മളെ തള്ളി താഴെ ഇടുമെന്ന് തോന്നുന്നു. ഞാൻ എന്തോടെ ചെയ്യുന്നു? ഐറ്റം സ്വാപ്പ് ചെയ്യുമ്പോൾ മാറി മാറി പോകുന്നതാണ്. പശു ഗൈസ്, ഇത് ഭയങ്കരമായിട്ട് സ്പോൺ ആവുന്നു ഗൈസ്. നമുക്ക് കുറച്ചും കൂടെ ഐലൻഡ് വലുതാക്കാം. എൻ്റെ വുഡും കൂടി ഫാം ചെയ്യണോ? അല്ലെ നമുക്കത് പിന്നെ ചെയ്യാം ഗൈസ്. കുറച്ചും കൂടെ ഐലൻഡ് വലുതാക്കിയിട്ട് നമുക്ക് ഇതുങ്ങളെ എല്ലാം ഒത്തിനെയും കൂടി വേറൊരു സൈഡിലോട്ട് മാറ്റാം. പന്നിക്കുഞ്ഞെ, നീ താഴെ പോകരുത്. ഓടാതെ വരെ. ഓക്കെ, അതിനൊന്നും സേഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാം. ഫെൻസ് ഉണ്ടാക്കി ഇവിടെ മുഴുവൻ വെക്കാം ഗൈസ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ പോവും. ഇല്ല ഗൈസ്, ഇത് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് വുഡ് എടുത്ത് ഫെൻസ് ഉണ്ടാക്കാം ഗൈസ്. ഇല്ലെങ്കിൽ ഇതുങ്ങൾ താഴെ പോവും. ഫെൻസിന് എന്നൊക്കെ വേണമായിരുന്നു? സ്റ്റിക്ക് വേണമായിരുന്നു. അതുപോലെ തന്നെ ഒരു 15 കൊണ്ടിരിക്കട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ എടുക്കാം. സ്റ്റിക്ക് വേണമായിരുന്നു. ഇത് ഇങ്ങനെയെങ്ങാണ്ട് കൊണ്ട് പ്ലേസ് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. അതെ ഗൈസ്, ഇങ്ങനെയെങ്ങാണ്ട് പ്ലേസ് ചെയ്തിട്ട് സ്റ്റിക്ക് നടുക്ക് വെക്കുമല്ലായിരുന്നു? അതെ, കുറച്ചും കൂടി സ്റ്റിക്ക് വേണം ഗൈസ്. അപ്പോൾ എന്നൊരു ജീവന്മാരുണ്ട് കേട്ടോ. സ്റ്റിക്ക് മൊത്തം ഉണ്ടാക്കാം അല്ലേ? ഉണ്ടാക്കിയേ. നീ ഇതിൻ്റെ ഒരു പാത ഇവിടെ എടുക്കണം, ഇതിൻ്റെ ഒരു പാത
ഒരെണ്ണം കൂടുതലാണല്ലോ. കുഴപ്പമില്ല. 30 ഫെൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, അത് മതിയാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങളതിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ എനിക്കൊന്ന് ഇട്ട് തന്നാൽ മതി. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ ടിപ്സ് ഗൈസ്, അതൊക്കെ എനിക്ക് നിങ്ങളൊന്ന് ഇട്ട് തരിക. എടാ 2 എണ്ണത്തിൻ്റെ അങ്ങോട്ട് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി അത് 2 കൊണ്ട് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ, കുറച്ച് സ്റ്റിക്കിൻ്റെ കുറവേ ഉള്ളൂ. കേസ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. 6 എണ്ണം ഉണ്ടാക്കി കേസ്. ഇനി സേഫാണ് കേസ്, പക്ഷെ ഇതുവഴി ചാടിയാ മറ്റേ കയറാൻ പറ്റും കേസ്, അതുകൊണ്ട് അത് ഇച്ചിരി സേഫ്റ്റി അല്ല. ഒയ്യോ, അതിൻ്റെ അടിയിൽ ഓട്ടയായിരുന്നു കേസ്, ഞാൻ അത് അറിഞ്ഞില്ല. ഓക്കെ, ഇത്ര സെറ്റായിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റാർട്ടിങ് ബേസ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞ ഒരു സാധനങ്ങളും താഴെ പോതല്ല. പക്ഷെ ഇവന്മാർ ഇത് കണ്ട കേസ് ഭയങ്കര അലമ്പാണ് കേസ്, ഒരു ക്രൗഡാവുന്നു. പോടാ ഉടലെ പോടാ, കുരുത്തം കെട്ടവന്മാരെ. കുറെ കൂടി മൈൻഡ് ചെയ്യാം ഗൈസ്. നമുക്ക് സ്റ്റോൺ അപ്ഗ്രേഡ് കിട്ടിയിരുന്നു ഗൈസ്, കുറച്ച് സ്റ്റോൺ കിട്ടിയിരുന്നെങ്കിൽ. പംകിൻ സീഡ് ഉണ്ട് ആക്ച്വലി, നല്ലതായിരുന്നു അത്. പക്ഷെ കുറച്ച് സ്റ്റോണും ഇതൊക്കെ വേണം ഗൈസ്, എന്നാലേ കാര്യമുള്ളൂ. ഇതിങ്ങനെ മൈൻഡ് ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നു. ഷവല് വെച്ച് മൈൻഡ് ചെയ്യാൻ പിന്നെയും ഫാസ്റ്റാണ്. എടാ പന്നിക്കുഞ്ഞുങ്ങളെ ഒന്ന് വേഗം. ഒരു അയണോ എന്തെങ്കിലും കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല ഗൈസ്, ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹങ്കർ ബാറും കുറയുന്ന ചാൻസ് ഭയങ്കര, അത് കുറയത്തില്ല ഗൈസ്, ഒത്തിരി കുറയത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഓവർ വേൾഡിൽ കുറെ ഓടണം ഗൈസ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇത് കുറച്ച് പോരെ, അതുകൊണ്ടാണ് ഗൈസ്. കുറെ ചെയ്യണം ഇതുപോലെ. മൈനിങ് നല്ല ബോറായിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് നല്ല ബോറിങ് ആയിരിക്കുമെന്ന്. ഞാൻ എന്താണേലും നോക്കട്ടെ, നമുക്ക് സെറ്റാക്കാം ഗൈസ്. നമുക്ക് എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ അടുത്ത് എന്നാ ചെയ്യേണ്ടതെന്നോ നിങ്ങൾ പറഞ്ഞ ഗൈസ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യണം, അമ്മമാരെ സമ്മതിക്കുന്നില്ല എന്നെ കൊണ്ട് മൈൻഡ് ചെയ്യാൻ. ഇതിനകത്ത് എന്താ അടുത്ത്, ഇത് ചുമ്മാ ബ്ലോക്ക് വെച്ച് ഫാമുകളൊക്കെ ഉണ്ടാക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, നമുക്കത് ഉറപ്പായിട്ട് ചെയ്തേക്കാം. നമുക്ക് സീഡുകൾ ഏതൊക്കെയുണ്ട്? ഒരു സീഡും ഇല്ല ഗൈസ്, ഒറ്റ സീഡേ ഉള്ളൂ. ഉള്ളു ഗൈസ്, ഒറ്റ സീഡേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അതൊരു ചെറിയ പ്രശ്നമാണ്. ഇപ്പം എത്ര ബ്ലോക്ക് 200 ബ്ലോക്ക് മൈൻ ചെയ്തു ഗൈസ് ഞാൻ. 210 കറക്റ്റ് ആയപ്പോൾ തന്നെ എൻ്റെ ഇതും തീർന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ആണെങ്കിൽ അടുത്ത വീഡിയോ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്. എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി അപേക്ഷിക്കുന്നുണ്ട് ഗൈസ്, നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എടാ പശു ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറാം, ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. എനിക്ക് കണ്ടോ ഇവൻ പോലും പറയുക ഗൈസ്, കണ്ടോ അവൻ ലൈക്ക് അടിക്കാൻ പറയുക, കണ്ടോ. ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.